ഹായ് ഹലോ വെൽക്കം ടു മാസ്റ്റർ കി അക്കാദമി. മാസ്റ്റർ കി അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇറ്റ്സ് മീ വിഷ്ണു അശോക്. നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് ഇൻകം ടാക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഏരിയ ആയിരുന്നു. കൃത്യമായി പഠിക്കുക, കൺസിസ്റ്റന്റ് ആയിട്ട് പഠിക്കുക, ഉറപ്പായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ലൊരു സ്കോർ നേടാനായിട്ട് പറ്റും. ഇൻകം ടാക്സിലെ വൺ ഓഫ് ദി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇൻകം ഫ്രം സാലറി. ഡിഫറെന്റ് പാർട്ടുകളായിട്ടായിരിക്കും നമ്മൾ പഠിക്കുന്നത്. അതിലെ പാർട്ട് 1 ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്ന. ഇൻകം ഫ്രം സാലറി ഒരുപാടുണ്ട്, പക്ഷെ നമ്മുടെ എക്സാമിനെ സംബന്ധിച്ചിടത്തോളം വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ചോദിച്ച് കാണാറ്, PSC റിലേറ്റഡ് ആയിട്ട് ചോദിച്ച് കാണാറ്. ഇപ്പോൾ ഒരു നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റ് ഒക്കെ ആണെങ്കിൽ വളരെ വൈഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യനുകൾ വരാറുണ്ട്. പക്ഷേ എന്താണ്, PSC റിലേറ്റഡ് ആയിട്ട് വരുമ്പോഴത്തേക്കിന് ബേസിക് ആയിട്ടുള്ള കുറേയധികം കാര്യങ്ങളാണ് ചോദിച്ച് കാണാറ്. എന്നാൽ അത് സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കുകയും വേണം. ഇവിടെ നോക്കാം, അണ്ടർ ദ ഇൻകം ടാക്സ് ആക്ട് 1961. ഈ ഇൻകം ടാക്സ് ആക്ട് അറിയത്തില്ലാത്ത കുട്ടികൾ വരെയുണ്ട്. നിങ്ങൾ ഓർത്ത് വെച്ചോണം, ഇൻകം ടാക്സ് ആക്ട് എന്നാണ് 1961 ഇൻകം ടാക്സ് ആക്ട്. അണ്ടർ ഇൻകം ടാക്സ് ആക്ട് 1961, സാലറി ഇൻകം ഈസ് ടാക്സബിൾ അണ്ടർ ദ ഹെഡ് ഓഫ് ഇൻകം ഫ്രം സാലറി. സാലറി ഇൻകം ഈസ് ടാക്സബിൾ അണ്ടർ ദ ഹെഡ് ഓഫ് ഇൻകം ഫ്രം സാലറി. The salary is the income received by the employee from the employer. വളരെ സിമ്പിൾ ആണ്. എംപ്ലോയറുടെ കയ്യിൽ നിന്ന് റിസീവ് ചെയ്യുന്ന റെമ്യൂണറേഷൻ ആണ് എന്തെന്ന് പറയുന്നത്, സാലറി ഇൻകം എന്ന് പറയുന്നത്. അപ്പം സാലറി ഇസ് ആൻ ഇൻകം. സാലറി എന്ന് പറയുന്ന ഒരു ഇൻകം ആണ്. ഇത് റിസീവ് ചെയ്യുന്ന എവിടെ നിന്നാണ്, എംപ്ലോയി റിസീവ് ചെയ്യാണ്. ആരിൽ നിന്ന്, എംപ്ലോയറിൽ നിന്ന്. ഇത് എത്രാമത്തെ ഹെഡ് ആണ്, ടാക്സബിൾ അണ്ടർ ഏതാണ്, ഫസ്റ്റ് ഹെഡ് ആണ് അല്ലെ. ഇൻകം ടാക്സിലെ ഫസ്റ്റ് ഹെഡ് ഓഫ് ഇൻകം ആണ് എന്ന് പറയുന്ന ഇൻകം ഫ്രം സാലറി എന്ന് പറയുന്നത്. It is paid in return for the services rendered. അയാൾ ചെയ്യുന്ന സർവീസസിന്, അയാൾ ചെയ്യുന്ന ജോലിക്ക് അയാൾക്ക് കിട്ടുന്ന റെമ്യൂണറേഷൻ അല്ലെങ്കിൽ റിട്ടേൺ ആണ് എന്തെന്ന് പറയുന്നത്, സാലറി എന്ന് പറയുന്നത്. എംപ്ലോയർക്ക് വേണ്ടി എംപ്ലോയി ചെയ്യുന്ന ജോലിക്ക് എംപ്ലോയർ കൊടുക്കുന്ന റെമ്യൂണറേഷൻ ആണ് എന്തെന്ന് പറയുന്നത്, സാലറി എന്ന് പറയുന്നത്. The employer-employee relationship മസ്റ്റ് എക്സിറ്റ്. അപ്പൊ ഓർത്ത് വെച്ചോണം, എംപ്ലോയർ എംപ്ലോയി റിലേഷൻഷിപ്പ് ഏതിൽ ഉണ്ടായിരിക്കണം, ഇൻകം ഫ്രം സാലറി ആണോ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന, അങ്ങനെയാണ് എങ്കിൽ അവിടെ എന്തുണ്ടായിരിക്കണം, എംപ്ലോയർ എംപ്ലോയി റിലേഷൻഷിപ്പ് മസ്റ്റ് ആയിട്ടും എക്സിസ്റ്റ് ചെയ്തിരിക്കണം. വിത്തൗട്ട് ദ റിലേഷൻഷിപ്പ്, അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ഇല്ല എങ്കിൽ ഇൻകം വിൽ നോട്ട് ബി ടാക്സ്ഡ് അണ്ടർ ദിസ് ഹെഡ്. ഇൻകം ഏതിന്റെ അണ്ടറിൽ വരത്തില്ല, ഇൻകം ഫ്രം സാലറിയുടെ അണ്ടറിൽ വരത്തില്ല. നിങ്ങൾ ഓർത്ത് വെക്കുക, ഇൻകം ഫ്രം സാലറി എന്ന് പറയുന്ന ഹെഡില് നമ്മൾ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ അവിടെ എന്ത് വേണം, എംപ്ലോയർ എംപ്ലോയി റിലേഷൻഷിപ്പ് എക്സിസ്റ്റ് ചെയ്യണം. എംപ്ലോയർ എംപ്ലോയിക്ക് അയാൾ ചെയ്തിരിക്കുന്ന സർവീസസിന് കൊടുക്കുന്ന റിട്ടേൺ ആണ് എന്തെന്ന് പറയുന്നത്, സാലറി എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇറ്റ് മേ ബി ടാക്സ്ഡ് അണ്ടർ ദ ബിസിനസ് ഓർ പ്രൊഫഷൻ അല്ലെ. അപ്പൊ എന്താണ്, എംപ്ലോയർ എംപ്ലോയി റിലേഷൻഷിപ്പ് ഇല്ല എങ്കിൽ അത് എന്തിന്റെ അണ്ടറിൽ വരത്തില്ല, ഇൻകം ഫ്രം സാലറിയുടെ അണ്ടറിൽ വരത്തില്ല. ചിലപ്പോൾ അത് എന്താണ്, ബിസിനസ് ആൻഡ് പ്രൊഫഷൻ എന്ന് പറയുന്ന ഹെഡിന്റെ അണ്ടറിൽ വരാൻ സാധ്യതയുണ്ട്. അടുത്ത് നോക്കാം, ബേസിസ് ഓഫ് ടാക്സബിലിറ്റി ആണ്. സാലറി ഈസ് ടാക്സബിൾ ഓൺ. സാലറി ടാക്സബിൾ ആകുന്നത് എങ്ങനെയാണ്, ഡ്യൂ ടു ദ റിസീവ്ഡ് ബേസിസ്. ഓർത്ത് വെച്ചോണം, മസ്റ്റ് ആയിട്ട് ഓർത്ത് വെച്ചോണം, ഡ്യൂ ഓർ റെസിപ്റ്റ് ബേസ്. ഡ്യൂ ഓർ റെസിപ്റ്റ് ബേസിസിലാണ് സാലറി ടാക്സബിൾ ആകുന്ന. വിച്ച് എവർ ഈസ് ഏർലിയർ, ഡ്യൂ ഓർ റെസിപ്റ്റ്. ഡ്യൂ ഓർ റെസിപ്റ്റ്, whichever is earlier. ഏതാണ് ആദ്യം നടക്കുന്നത് അല്ലെ, ഡ്യൂ ആണോ റെസിപ്റ്റ് ബേസ് ആണോ, റെസിപ്റ്റ് കിട്ടുകയാണോ, ഏതാണ് ആദ്യം നടക്കുന്നത് അതിനെ ബേസ് ചെയ്തിട്ടാണ് സാലറി ഈസ് ടാക്സബിൾ ആകുന്നത്. ദാറ്റ് മീൻസ് അതിനെ അർത്ഥമാക്കുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇഫ് ദ സാലറി ഈസ് ഡ്യൂ ബട്ട് നോട്ട് റിസീവ്ഡ്, സാലറി ഡ്യൂ ആയി പക്ഷെ എന്ത് ചെയ്തിട്ടില്ല, റിസീവ് ചെയ്തിട്ടില്ല എങ്കിൽ എന്താണ്, ടാക്സബിൾ ആണ്. ഇഫ് ദ റിസീവ്ഡ് ഇൻ അഡ്വാൻസ്, അഡ്വാൻസ് ആയിട്ട് റിസീവ് ചെയ്താലും എന്താണ്, ടാക്സബിൾ ആണ്. ക്ലിയർ ആയ മക്കളെ? ഓർത്ത് വെക്കുക, സാലറി ടാക്സബിൾ ആകുന്നതിന്റെ ബേസിസ് ആണ് പറഞ്ഞത്, ടാക്സബിലിറ്റി ആണ്. അതിന്റെ ബേസിസ് ഓഫ് ടാക്സബിലിറ്റി ആണ് പറയുന്നത്. സാലറി ടാക്സബിൾ ആകുന്നത് ഡ്യൂ ഓർ റെസിപ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ്. വിച്ചെവർ ഈസ് ഏർലിയർ, ഡ്യൂ ഓർ റെസിപ്റ്റ്, വിച്ചെവർ ഈസ് ഏർലിയർ. അതായത് ഇഫ് ദ സാലറി ഈസ് ഡ്യൂ, സാലറി ഡ്യൂ ആയി ബട്ട് നോട്ട് റിസീവ്ഡ് ആണെങ്കിൽ ടാക്സബിൾ ആണ്. സാലറി ഈസ് റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ആണെങ്കിലും ടാക്സബിൾ ആണ്. അടുത്തതാണ്
കമ്പോണൻസ് ഓഫ് സാലറി, സാലറിയുടെ കമ്പോണൻസ് ആയിട്ട് വരുന്നത് ഏതൊക്കെയാണെന്നാണ്. സാലറി ഇൻക്ലൂഡ്സ് ദ ഫോളോവിങ് കമ്പോണൻസ്. ഫസ്റ്റ് വൺ ആണ് ബേസിക് സാലറി, ആൻഡ് സെക്കൻഡ് വൺ ആണ് DA, ഡിയർനെസ് അലവൻസ്, ആൻഡ് തേർഡ് വൺ ആണ് ബോണസ്, ആൻഡ് ഫോർത്ത് വൺ ആണ് കമ്മീഷൻ, ആൻഡ് ഫിഫ്ത്ത് വൺ ആണ് ഫീ, ആൻഡ് സിക്സ്ത് വൺ ആണ് അലവൻസസ്, ആൻഡ് സെവൻത് വൺ ആണ് പെർക്വിസിറ്റ്സ്, ആൻഡ് എയ്ത്ത് വൺ ആണ് അഡ്വാൻസ് സാലറി, ആൻഡ് നയൻത് വൺ ആണ് അരിയർ ഓഫ് സാലറി, ആൻഡ് 10th വൺ ആണ് പെൻഷൻ. ഓർത്ത് വെക്കുക, ദ സാലറി ഇൻക്ലൂഡ്സ് ദ ഫോളോവിങ് കമ്പോണൻസ്. സാലറിയുടെ കമ്പോണൻസ് ആയിട്ട് നമ്മൾ 10 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ബേസിക് സാലറി, ഡിയർനെസ് അലവൻസസ്, ബോണസ്, കമ്മീഷൻ, ഫീസ്, അലവൻസസ്, പെർക്വിസിറ്റ്സ്, അഡ്വാൻസ് സാലറി, അരിയേഴ്സ് ഓഫ് സാലറി ആൻഡ് പെൻഷൻ. ആൻഡ് ദെൻ എന്താണ് അലവൻസസ് എന്തൊക്കെയാ? അലവൻസസ് എന്താന്ന് നോക്കാം. അലവൻസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിക്സഡ് പേയ്മെന്റ് ഗിവൺ ടു മീറ്റ് എ സ്പെസിഫിക് എക്സ്പെൻസ്. ഒരു സ്പെസിഫിക് ആയിട്ടുള്ള എക്സ്പെൻസ് മീറ്റ് ചെയ്യാനായിട്ട് ഫിക്സഡ് ആയിട്ടുള്ള പേയ്മെന്റ്സ് നമ്മൾ കൊടുക്കുന്നുണ്ടെങ്കിൽ അതിനെയാണ് അലവൻസസ് എന്ന് പറയുന്നത്. ടൈപ്സ് ഓഫ് അലവൻസസുകളുണ്ട്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അലവൻസുകളുണ്ട്. അതിലെ ഫസ്റ്റ് വൺ ആണ് ഫുള്ളി ടാക്സബിൾ അലവൻസസ്. ഓർത്ത് വെച്ചോണം, ഫുള്ളി ടാക്സബിൾ അലവൻസസ്. ദീസ് ആർ കംപ്ലീറ്റ്ലി ടാക്സബിൾ. ഈ ഫുള്ളി ടാക്സബിൾ അലവൻസ് എന്ന് പറഞ്ഞാൽ അത് കംപ്ലീറ്റ് ആയിട്ട് എന്തായിരിക്കും? ടാക്സബിൾ ആയിരിക്കും. അത് ഏതൊക്കെയാണെന്ന് ഓർത്ത് വെച്ചോണം. ഒന്നാമത്താണ് DA, ഡിയർനെസ് അലവൻസ്. എന്താണ്? ഫുൾ ആയിട്ട് ഫുള്ളി ടാക്സബിൾ അലവൻസ് ആണ്. രണ്ടാമത്തതാണ് സിറ്റി കോമ്പൻസേറ്ററി അലവൻസ്, CCA, സിറ്റി കോമ്പൻസേറ്ററി അലവൻസ് ഫുള്ളി ടാക്സബിൾ ആണ്. ആൻഡ് തേർഡ് വൺ ആണ് എന്റർടൈൻമെന്റ് അലവൻസ്. എന്റർടൈൻമെന്റ് അലവൻസ് എന്താണ്? ഫുള്ളി ടാക്സബിൾ ആണ്. ആൻഡ് ഫോർത്ത് വൺ ആണ് ഓവർ ടൈം അലവൻസസ്. ഓവർ ടൈം അലവൻസും ഫുള്ളി ടാക്സബിൾ അലവൻസ് ആണ്. വിച്ച് ഓഫ് ദ ഫോളോവിംഗ് ആർ ദ ഫുള്ളി ടാക്സബിൾ അലവൻസസ് എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഓർത്ത് വെച്ചോണം, ഡിയർനെസ് അലവൻസസ്, സിറ്റി കോമ്പൻസേറ്ററി അലവൻസസ്, ആൻഡ് എന്താണ് entertainment allowances and overtime allowances. And fully exempt allowances, അതായത് ഫോർഗോൺ ആയിട്ടുള്ള അല്ലെങ്കിൽ എന്താണ് ഫോർഗോൺ ചെയ്യുന്ന അലവൻസുകൾ ഏതൊക്കെയാണെന്നാണ്. അലവൻസസ് ടു ഗവൺമെന്റ് എംപ്ലോയീസ് വർക്കിംഗ് എബ്രോഡ്. അലവൻസസ് ടു ഗവൺമെന്റ് എംപ്ലോയീസ് അലവൻസസ് എന്താണ്? വർക്കിംഗ് എബ്രോഡ്. ഓർത്ത് വെച്ചോണം. ആൻഡ് പാർട്ട്ലി ആയിട്ടുള്ള അലവൻസസ് ആണ് എക്സംപ്റ്റഡ് അണ്ടർ സെക്ഷൻ 10. അണ്ടർ സെക്ഷൻ 10 അനുസരിച്ച് പാർട്ട്ലി എക്സംപ്റ്റഡ് ആയിട്ടുള്ള അലവൻസ് ആണ്. ഒന്നാമത്തതാണ് HRA, ഹൗസ് റെന്റ് അലവൻസ്. രണ്ടാമതാണ് കൺവീനിയൻസ് അലവൻസ്. മൂന്നാമത്തതാണ് ചൈൽഡ് എഡ്യൂക്കേഷൻ അലവൻസ്. നാലാമത്തതാണ് ഹോട്ടൽ എക്സ്പെൻഡിച്ചർ അലവൻസ്. ആൻഡ് ഫിഫ്ത്ത് വൺ ആണ് only a portion of exempt, balance is tax. എന്താണ്? only ഒരു പോർഷൻ മാത്രം എന്താണ് എക്സംപ്റ്റഡ് ആയിരിക്കും, ബാക്കി ടാക്സബിൾ ആയിരിക്കും. ഇത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കണം. HRA എത്രയാണ്, അതുപോലെ കൺവീനിയൻസ് അലവൻസിനകത്ത്, ചൈൽഡിന്റെ എഡ്യൂക്കേഷന്റെ കാര്യത്തിൽ ഇതിനകത്തൊക്കെ ഒരു കണ്ടീഷനുകളുണ്ട്, പല കണ്ടീഷനുകളുണ്ട്. അപ്പൊ ഓർത്ത് വെക്കുക, പാർട്ട്ലി എക്സംപ്റ്റഡ് ആയിട്ടുള്ള അലവൻസ്, അതായത് അണ്ടർ സെക്ഷൻ 10 അനുസരിച്ച് പാർട്ട്ലി എക്സംപ്റ്റഡ് ആയിട്ടുള്ള അലവൻസിന്റെ അകത്ത് വരുന്നതാണ് ഹൗസ് റെന്റ് അലവൻസ്, കൺവീനിയൻസ് അലവൻസ്, ചിൽഡ്രൻ എഡ്യൂക്കേഷൻ അലവൻസ്, ഹോട്ടൽ എക്സ്പെൻഡിച്ചർ അലവൻസ്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇതിനകത്ത് only a portion, ഇതിലൊരു പോർഷൻ മാത്രമായിരിക്കും എക്സംപ്റ്റഡ് ആകുന്നത്, ബാക്കി എന്തായിരിക്കും? ടാക്സബിൾ ആയിരിക്കും. ആൻഡ് പെർക്വിസിറ്റ്സ് നോക്കാം. പെർക്വിസിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെനഫിറ്റ്സ് ഓർ എന്താണ്? ബെനഫിറ്റ്സ് ഗിവൺ ടു ആൻ അഡീഷൻ ടു സാലറി, അല്ലെ? അഡീഷൻ, അതായത് നമ്മൾ ബെനഫിറ്റ്സുകൾ ഗീവ് ചെയ്യാണ് അഡീഷൻ ആയിട്ട്, സാലറി അഡീഷൻ ആയിട്ട്, സാലറി കൂടാതെ അഡീഷണൽ ആയിട്ട് കൊടുക്കുന്ന ബെനഫിറ്റ്സുകളെയാണ് എന്തെന്ന് പറയുന്നത്? പെർക്വിസിറ്റ്സ് എന്ന് പറയുന്നത്. റെന്റ് ഫ്രീ അക്കോമഡേഷൻ, അതുപോലെ തന്നെ മോട്ടോർ കാർ ഫെസിലിറ്റി, അതുപോലെ തന്നെ എന്താണ്? ഫ്രീ ഇലക്ട്രിസിറ്റി, ഫ്രീ മെഡിക്കൽ ഫെസിലിറ്റി, അതുപോലെ തന്നെ എന്താണ്? കൺസെഷണൽ ലോൺസ്. ഇവയൊക്കെ ഏതിന്റെ അകത്ത് വരുന്നതാണ്? പെർക്വിസിറ്റ്സിനകത്ത് വരുന്നതാണ്. വിച്ച് ഓഫ് ദ ഫോളോവിംഗ് ആർ ദ മെയിൻ പെർക്വിസിറ്റ്സ് ഇൻ ഇൻകം ടാക്സ് എന്നൊക്കെ പറഞ്ഞ് ചോദിച്ചു വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഓർത്ത് വെച്ചോണം. പെർക്വിസിറ്റ്സ് ആയിട്ട് വരുന്ന ഏതൊക്കെയാണ്? റെന്റ് ഫ്രീ അക്കോമഡേഷൻ, മോട്ടോർ കാർ ഫെസിലിറ്റി, എന്താണ്? ഫ്രീ ഇലക്ട്രിസിറ്റി, അതുപോലെ ഫ്രീ മെഡിക്കൽ ഫെസിലിറ്റി, അതുപോലെ കൺസെഷണൽ ലോൺസ്. ആൻഡ് ടാക്സബിൾ ടാക്സ് ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലത് എന്തായിരിക്കും? ഫുള്ളി ടാക്സബിൾ ആയിരിക്കും, ചിലത് എന്തായിരിക്കും? ഫുള്ളി എക്സംപ്റ്റഡ് ആയിരിക്കും. ചിലത് എന്താണ്? സം ടാക്സബിൾ ഓൺലി ഫോർ എ സ്പെസിഫൈഡ് ആയിട്ടുള്ള എംപ്ലോയീസിന് മാത്രം ടാക്സബിൾ ആയിട്ടുള്ളതുണ്ട്. അതൊക്കെ ഓരോന്നും എടുത്തെടുത്ത് നമുക്ക് നോക്കാം. ഇപ്പൊ ജസ്റ്റ് ഇത് ഓർത്ത് വെക്കുക, പെർക്വിസിറ്റ്സിനകത്ത് വരുന്നത് ഏതൊക്കെയാണ് എന്നുള്ള കാര്യം. ഇനി അടുത്ത നോക്കാം, ഡിഡക്ഷൻസ് അണ്ടർ സെക്ഷൻ 16. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിഡക്ഷൻസ് പഠിക്കും കേട്ടോ. ഡിഡക്ഷൻസ് അണ്ടർ സെക്ഷൻ പഠിക്കും. ഇവിടെ ജസ്റ്റ് ഓർത്ത് വെക്കുക, ഡിഡക്ഷൻസ് അണ്ടർ സെക്ഷൻ 16 അകത്ത് വരുന്നതാണ്. ഫ്രം ഗ്രോസ് സാലറി, ഗ്രോസ് സാലറിയിൽ നിന്ന് സർട്ടൺ ഡിഡക്ഷൻസ് നമുക്ക് അലൗ ചെയ്യുന്നുണ്ട്. അതിന് പറയുന്ന സെക്ഷൻ ആണ് സെക്ഷൻ 16 എന്ന് പറയുന്ന ഗ്രോസ് സാലറിയിൽ നിന്നുള്ള ഡിഡക്ഷൻസ്. അത് ഏതൊക്കെയാണ് വരുന്നത്? സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ഇതിൽ നിന്ന് കുറയുന്നുണ്ട്, നമ്മുടെ ഗ്രോസ് സാലറിയിൽ നിന്ന് വരുന്നുണ്ട്. രണ്ടാമതായിട്ട് എന്റർടൈൻമെന്റ് അലവൻസസ് ഫോർ ഗവൺമെന്റ് എംപ്ലോയീസിനുള്ള എന്റർടൈൻമെന്റ് അലവൻസസ്
ഇതിൽ നിന്ന് കുറയുന്നുണ്ട്. അതുപോലെ തന്നെ പ്രൊഫഷണൽ ടാക്സും എന്ത് ചെയ്യുന്നുണ്ട്, കുറയുന്നുണ്ട്, ഡിഡക്ഷൻ ആയിട്ട് പോകുന്നുണ്ട്. ഇനി അടുത്തതാണ് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ. സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ അസസ്മെന്റ് ഇയർ ഓർത്ത് വെച്ചോണം. 25, 26 അനുസരിച്ചുള്ള സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ആണ് പറയുന്നത്. ന്യൂ ടാക്സ് റെജീം ആണെങ്കിൽ സെക്ഷൻ എത്രയാണ്, 115 BAC പ്രകാരം ഓർത്ത് വെക്കുക. അസസ്മെന്റ് ഇയർ ഏതാണ്, 2025, 26 പ്രകാരം ന്യൂ റെജീം, ടാക്സ് ന്യൂ റെജീമിലെ സെക്ഷൻ എത്രയാണ്, 115 BAC പ്രകാരം എത്രയാണ്, 75,000, 75,000 ഓർ സാലറി എമൗണ്ട് വിച്ച് എവർ ഈസ് ലോ, ഏതാണോ കുറവായിട്ടുള്ളത് അതായിരിക്കും ഇത് വരുന്നത് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ആയിട്ട് വരുന്നത്. ഓർത്ത് വെച്ചോണം. എത്രയാ മക്കളെ, ആ എമൗണ്ട് ഓർത്ത് വെച്ചോണം. എത്രയാ, 75,000 ഓർ സാലറി എമൗണ്ട് വിച്ച് എവർ ഈസ് ലോവർ. ആൻഡ് ഓൾഡ് റെജീം അനുസരിച്ചാണെങ്കിൽ 50,000 ഓർ സാലറി എമൗണ്ട് വിച്ച് എവർ ഈസ് ലോവർ. ഓൾഡ് റെജീം ആണെങ്കിൽ 50,000 സാലറി എമൗണ്ട് ഓർ വിച്ച് എവർ ഈസ് ലോവർ. ആൻഡ് ടാക്സബിൾ, നെറ്റ് ടാക്സബിൾ സാലറി കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്താൽ മതി, ഗ്രോസ് സാലറിയിൽ നിന്ന് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ എന്ത് ചെയ്യുക, കുറയ്ക്കുക. ഗ്രോസ് സാലറിയിൽ നിന്ന് എന്ത് ചെയ്യുക, സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ കുറയ്ക്കുക. നെക്സ്റ്റ് വൺ ആണ് റിബേറ്റ്. റിബേറ്റിന്റെ മീനിങ് ആയിട്ട്, റിബേറ്റ് എന്ന് പറയുന്നത് എന്നാണ് റിഡക്ഷൻ ഓഫ് ടാക്സബിൾ എമൗണ്ട് ആണ്. റിഡക്ഷൻ ഓഫ് ടാക്സബിൾ എമൗണ്ടിനെയാണ് എന്തെന്ന് പറയുന്നത്, റിബേറ്റ് എന്ന് പറയുന്നത്. നോട്ട് ഫോർ ഇൻകം, ഇൻകം അല്ല. റിബേറ്റ് എന്ന് പറയുന്നത് എന്താണ്, റിഡക്ഷൻ ആണ്. ടാക്സബിൾ എമൗണ്ടിൽ നിന്നുള്ള റിഡക്ഷൻ ആണ്. അതിന് ഇൻകം ആയിട്ടൊക്കെ പലരും ട്രീറ്റ് ചെയ്യാറുണ്ട്. ഇൻകം അല്ല കേട്ടോ, നോട്ട് ഫോർ ഫ്രം ഇൻകം. ഇറ്റ് റെഡ്യൂസസ് ദ ടാക്സ് പേബിൾ. ടാക്സ് പേബിൾ റെഡ്യൂസ് ചെയ്യിക്കുന്ന ഒന്നാണ് എന്ന് പറയുന്നത്. റിബേറ്റ് എന്ന് പറയുന്നത് അപ്ലൈഡ് ആഫ്റ്റർ ദ ടാക്സ് കാൽക്കുലേഷൻ. ടാക്സ് കാൽക്കുലേഷൻ എല്ലാം നടത്തിയതിനു ശേഷമാണ് എന്ത് അപ്ലൈ ചെയ്യുന്നത്, റിബേറ്റ് അപ്ലൈ ചെയ്യുന്നത്. സിമ്പിൾ ആയിട്ട് അതിന്റെ ഒരു മീനിങ് പറഞ്ഞു കഴിഞ്ഞാൽ, ഗവൺമെന്റ് ക്യാൻസൽ സം ഓർ ഓൾ യുവർ ടാക്സസ് ഇൻ ഇൻകം ഈസ് ലോ. നമ്മുടെ ഇൻകം വളരെ കുറവാണെങ്കിൽ നമ്മുടെ ടാക്സ് ഗവൺമെന്റ് എന്ത് ചെയ്യുന്നുണ്ട്, കുറച്ച് കുറയ്ക്കുകയോ അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുകയോ ചെയ്യാറുണ്ട്. അതിനെയാണ് എന്തെന്ന് പറയുന്നത്, റിബേറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് റിബേറ്റ് അണ്ടർ സെക്ഷൻ ചോദിച്ചിട്ടുള്ള ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. റിബേറ്റിന്റെ സെക്ഷൻ എത്രയാണെന്ന്. റിബേറ്റ് അണ്ടർ സെക്ഷൻ 87A. റിബേറ്റ് അണ്ടർ സെക്ഷൻ 87A അസസ്മെന്റ് ഇയർ 2025-26 ന്യൂ റെജീം പ്രകാരം അവൈലബിൾ ഇഫ് ദി ഇൻകം എന്നാണ്, ഇൻകം ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്നാണ് 12 lakh അല്ലെ 12 ലക്ഷമോ അതിൽ താഴെയോ ഒക്കെ ആണ് എങ്കിൽ മാക്സിമം റിബേറ്റ് നമുക്ക് എത്ര കിട്ടും, 60,000 കിട്ടും. സോ അതായത് നമ്മളുടെ ഇൻകം എത്രയാണ്, 12 ലക്ഷം വരെയൊക്കെ ആണെങ്കിൽ നമുക്ക് എത്ര ടാക്സബിൾ ആയിട്ടുള്ള എമൗണ്ട്, അത് നമുക്ക് റിബേറ്റ് ആയിട്ട് തന്നെ 60,000 രൂപ കിട്ടും. സോ നമുക്ക് അവിടെ ഒരു ഫൈനൽ ആയിട്ടുള്ള ടാക്സ് ബിക്കം 0 ആയിരിക്കും. അതായത് 12 ലക്ഷം വരെ ഉള്ളവർക്ക് ന്യൂ റെജീം അനുസരിച്ച് ടാക്സ് അടയ്ക്കേണ്ട ആവശ്യമുണ്ടോ, ഇല്ല. റിബേറ്റ് എത്രയുണ്ട്, 60,000 ഉണ്ട്. സോ അവർക്ക് എത്രയാണ് ഫൈനൽ ആയിട്ടുള്ള ടാക്സ് എന്ന് പറയുന്നത് എത്രയായിരിക്കും, 0 ആയിരിക്കും വരുന്നത്. മക്കളെ ഒരു ക്വസ്റ്റ്യൻ നോക്കിയേ. ഇൻകം ഫ്രം സാലറി ഈസ് ടാക്സബിൾ only when income from salary is taxable only when employee work in India, employer is a company, employer employee relationship exists. ഏതാണ്, employer employee relationship exists. Without the employer employee relationship എന്താണ്, income become business or profession income under the എന്താണ് Income Tax Act 1961. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. സാലറി ഈസ് ടാക്സബിൾ ഓൺ റെസിപ്റ്റ് ബേസിസ് ഓൺലി, അക്രൂവൽ ബേസിസ് ഓൺലി, ഡ്യൂ ഓർ റെസിപ്റ്റ് വിച്ച് എവർ ഈസ് ഏർലിയർ. ഇൻകം ഫ്രം സാലറി എന്ന് പറയുന്ന ടാക്സബിൾ ആകുന്നത് എങ്ങനെയാണ്, ഡ്യൂ ഓർ റെസിപ്റ്റ് വിച്ച് എവർ ഈസ് ഏർലിയർ ആണ് അല്ലെ. ഡ്യൂ ഓർ റെസിപ്റ്റ് വിച്ച് എവർ ഈസ് ഏർലിയർ അല്ലെ. സാലറി ഈസ് ടാക്സബിൾ വെൻ ഇറ്റ് ബിക്കം ഡ്യൂ ഓർ റിസീവ്ഡ് വിച്ച് എവർ ഹാപ്പൻ ഫസ്റ്റ്. അടുത്ത നോക്കിയേ. വിച്ച് ഓഫ് ദ ഫോളോവിംഗ് ഈസ് നോട്ട് എ പാർട്ട് ഓഫ് സാലറി, ബോണസ്, കമ്മീഷൻ, ഡിവിഡൻഡ്, പെൻഷൻ. സാലറിയുടെ പാർട്ട് അല്ലാത്തത് ഏതാണ്, ഡിവിഡൻഡ് അല്ലെ. ഡിവിഡൻഡ് ഇസ് നോട്ട് എ സാലറിയുടെ പാർട്ട് അല്ല. ഡിവിഡൻഡ് ഈസ് ടാക്സബിൾ അണ്ടർ ഇൻകം ഫ്രം അതർ സോഴ്സ് നോട്ട് സാലറി. മക്കളെ കൃത്യമായിട്ട് ഒരു ഏരിയ പഠിക്കുക. ആ ഏരിയയിൽ നിന്ന് വരാൻ സാധ്യതയുള്ള മാക്സിമം MCQs എന്ത് ചെയ്യുക, വർക്ക്ഔട്ട് ചെയ്യുക. ഇൻകം ഫ്രം സാലറി നമ്മൾ പല പാർട്ടുകളായിട്ടാണ് പഠിക്കുന്നത്. എല്ലാ പാർട്ടുകളും കാണുക, എല്ലാ പാർട്ടുകളിലെയും എന്ത് ചെയ്യുക, ക്വസ്റ്റ്യനുകൾ വർക്ക്ഔട്ട് ചെയ്യുക. മാക്സിമം ക്വസ്റ്റ്യനുകൾ ചെയ്തെടുക്കാനായിട്ട് ശ്രമിക്കുക. മറ്റൊരു വീഡിയോയിൽ കാണാം. ഇറ്റ്സ് മീ വിഷ്ണു അശോക്. താങ്ക് യു.